ഹലോ ഗൈസ്, വെൽക്കം ടു ടോസ്റ്റി വിത്ത് ജോ. ഇന്ന് നമ്മൾ ഒരു പുതിയ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. എന്താണ് റെസിപ്പിയുടെ പേര്? മാങ്ങാ ചമ്മന്തി. അപ്പൊ നമ്മൾ ഇന്ന് മാങ്ങാ ചമ്മന്തിയിലോട്ട് പോവുകയാണ്. ഈ മാങ്ങാ ചമ്മന്തിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് എടുത്തിരിക്കുന്ന എല്ലാ ഐറ്റംസും നമ്മൾ എണ്ണയിൽ വറുത്ത് കോരി എടുത്തതിന് ശേഷമാണ് നമ്മൾ ചമ്മന്തിയാക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം എന്തൊക്കെയാണ് അതിൽ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ, എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന് കാണാം. മാങ്ങാ ചമ്മന്തി ഉണ്ടാക്കാൻ പ്രധാനമായി വേണ്ടുന്ന ഒരു കാര്യം മാങ്ങ. ഇവിടെ 1.5 മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. അത് നല്ല പച്ച മാങ്ങ, പഴുത്ത മാങ്ങ നോക്കി എടുക്കരുത്, പച്ച മാങ്ങ. അത് കഴിഞ്ഞ് 1 മുറി തേങ്ങ, ഉള്ളി, കൊച്ചുള്ളി, പിന്നെ 1 കഷ്ണം ഇഞ്ചി, വറ്റൽ മുളക്, കറിവേപ്പില. ഇവിടെ വറ്റൽ മുളക് ഒരു 20 എണ്ണം എടുത്തിട്ടുണ്ട്. കാരണം എരിക്കനുസരിച്ചുള്ള വറ്റൽ മുളക് നമുക്ക് എടുക്കാം. ഓക്കെ, അപ്പം ഇതൊക്കെയാണ് നമുക്ക് ഇന്ന് മാങ്ങാ ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് വേണ്ടുന്ന കാര്യങ്ങൾ. അപ്പം ആദ്യം നമുക്ക് ചെയ്യേണ്ടത് എണ്ണ ഒഴിച്ചിട്ട്, ഇതിപ്പം ഒരു ഹാഫ് എണ്ണയെങ്കിലും ഒഴിച്ചിട്ടുണ്ടാവും. ഇതിനകത്തോട്ട് മാങ്ങ ഇട്ട് ഇതിനൊന്ന് വറുത്തെടുക്കുക. ഇതൊന്ന് ബ്രൗൺ കളർ ആവുന്ന വരെ ഇതൊന്ന് സോട്ട് ചെയ്യുക. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇട്ട് കൊടുത്ത ഉടനെ തന്നെ നമ്മൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇളക്കരുത്. അതൊന്ന് ഒരു 1 മിനിറ്റ് ഒന്ന് അതൊന്ന് ചൂടായതിന് ശേഷം പിന്നെ ഇളക്കുക. അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഇളക്കി കഴിഞ്ഞാൽ അതിങ്ങനെ പിരിഞ്ഞു വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് നോക്കി ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ബ്രൗൺ കളറായി. അപ്പോൾ ഇതിനെ നമുക്ക് ഒരു പാത്രത്തിലേക്ക് എണ്ണ പോകാനായിട്ട് ഒന്ന് മാറ്റി വയ്ക്കാം. അതിനുശേഷം ബാക്കിയുള്ള ബാക്കിയിരിക്കുന്ന മാങ്ങയും കൂടെ എന്ത് ചെയ്യാം, ആ സെയിം എണ്ണയിൽ തന്നെ ഒന്ന് വറുത്ത് എടുക്കാം. നമ്മൾ നേരത്തെ കണ്ട ഐറ്റംസ് എല്ലാം നമ്മൾ ഈ ഒരു എണ്ണയിൽ തന്നെയാണ് നമ്മൾ വറുത്ത് കോരി എടുക്കുന്നത്. ഇനി ആ സോട്ട് ചെയ്തെടുത്ത മാങ്ങ നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, ഓരോന്നായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആ എണ്ണയിലിട്ട് വറുത്തെടുക്കും. അപ്പോൾ അത്യാവശ്യം ഒരു നല്ല വലിയ പ്ലേറ്റ് എടുത്തതിന് ശേഷം നമുക്ക് എല്ലാം അത് വറുത്തിട്ട് ഒരുമിച്ച് തന്നെ കോരി ഇടാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പ്ലേറ്റ് എടുക്കുക. സോ ഇവിടെ ഇപ്പം സോട്ട് ചെയ്തെടുത്ത മാങ്ങ പ്ലേറ്റിലേക്ക് ഇട്ടു. അത് കഴിഞ്ഞ് വറ്റൽ മുളക്, നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വറ്റൽ മുളകും ഈ സെയിം എണ്ണയിലിട്ട് തന്നെ ഒന്ന് സോട്ട് ചെയ്യാം. ഈ വറ്റൽ മുളക് ഭയങ്കരമായിട്ട് സോട്ട് ചെയ്യേണ്ട. ഇത് സോട്ട് ചെയ്യുന്ന സമയത്ത് വറ്റൽ മുളക് കരിയാതെ നോക്കണം. അതുകൊണ്ട് ഇത് കുറച്ച് സോട്ട് ചെയ്താൽ മതിയാവും. എന്നിട്ട് ആ സോട്ട് ചെയ്ത വറ്റൽ മുളകും എന്ത് ചെയ്യുക, ആ സെയിം പ്ലേറ്റിലേക്ക് തന്നെ ഇതുപോലെ മാറ്റി വയ്ക്കണം. മാങ്ങാ ചമ്മന്തി ഉണ്ടാക്കുക എന്ന് പറഞ്ഞപ്പോൾ ഇത്രയും പണി ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇത് ഓരോന്നും വറുക്കുമ്പം ഓരോ മണമായിരുന്നു അടുക്കള ഫുള്ളും. മാങ്ങ വറുത്തപ്പോഴും വറ്റൽ മുളക് വറുത്തപ്പോഴും. ഇനി ഇതിന് ശേഷം ഇട്ട് കൊടുത്തത് നമ്മുടെ കൊച്ചുള്ളിയാണ്. നമ്മൾ കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന കൊച്ചുള്ളി അതിനകത്തോട്ടിട്ട് സെയിം എണ്ണയിൽ തന്നെ ഇട്ടിട്ട് വറുത്ത് കോരിയെടുക്കാം. ഈ കൊച്ചുള്ളി വറുത്തെടുത്തപ്പോൾ കാണാൻ നല്ല രസമായിരുന്നു, ഭയങ്കര ക്രിസ്പി ആയിട്ടിരിക്കുമായിരുന്നേ. പിന്നെ ഈ ഇതിനകത്തോട്ട് തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന 1 കഷ്ണം ഇഞ്ചി, അതും കൂടെ ഇട്ട്, ഇത് രണ്ടും കൂടെ ഇട്ട് ഒന്ന് സോട്ട് ചെയ്ത് ബ്രൗൺ ആവുന്നത് വരെ ഒന്ന് സോട്ട് ചെയ്ത് രണ്ടും കൂടെ എടുക്കുക. അങ്ങനെ കൊച്ചുള്ളിയും ഇഞ്ചിയും സോട്ടായി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ സോട്ടായ സാധനം എന്ത് ചെയ്യുക, നേരത്തെ നമ്മൾ ബാക്കി സാധനങ്ങൾ മാറ്റി വെച്ചിരിക്കുന്ന പ്ലേറ്റിലേക്ക് അതൊന്ന് എടുത്തിടുക. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇതിനകത്ത് 3 ഐറ്റംസ് ആണ് വറുത്ത് കോരി നമ്മൾ വെച്ചിരിക്കുന്നത്. മാങ്ങ, വറ്റൽ മുളക്, പിന്നെ കൊച്ചുള്ളി, ഇഞ്ചി. ഇനി ഒരു ഐറ്റമും കൂടെയാണ് നമുക്ക് വറുത്തെടുക്കാനുള്ളത്, തേങ്ങ. അരമുറി തേങ്ങയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ തേങ്ങ ഫുള്ളും എന്ത് ചെയ്യുക, ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. തേങ്ങയുടെ കൂടെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കറിവേപ്പിലയും കൂടെ
ഇട്ട് രണ്ടും കൂടെ ഒന്ന് ഇളക്കി നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കുക. നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇതെല്ലാം വറുത്തെടുക്കുന്ന സമയത്ത് ഇതിൽ ഒരു ഐറ്റം പോലും കരിയാതെ നമ്മളൊന്ന് സോട്ട് ചെയ്തെടുക്കുക. ഈ തേങ്ങ ഇടുമ്പോൾ തന്നെ ബാക്കിയുള്ള എണ്ണയും കൂടെ ആ തേങ്ങയിലോട്ട് ഇങ്ങ് പിടിച്ചെടുക്കും. നിങ്ങൾ അഥവാ കുക്ക് ചെയ്യുവാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഓയിൽ നിങ്ങൾക്ക് അത്ര വേണ്ടാന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ എത്ര ക്വാണ്ടിറ്റി ആണോ എല്ലാം എടുക്കുന്നത് അതിനനുസരിച്ചുള്ള എണ്ണ എടുത്താൽ മതിയാവും. അതിനുശേഷം ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുവാണ്. അത് കഴിഞ്ഞിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്നുകൂടെ ഒന്ന് സോട്ട് ചെയ്ത് എടുക്കുക. അങ്ങനെ തേങ്ങയും സോട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്കിനി പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. നിങ്ങൾക്ക് കാണാമല്ലോ, ഭയങ്കര രസമായിട്ടുണ്ടല്ലേ കാണാൻ. ആ മുളകും മാങ്ങയും തേങ്ങയുടെ എല്ലാം ഒരു ബ്രൗൺ കളർ, മൊത്തത്തിലൊരു നല്ലൊരു ഭംഗിയായിരുന്നു കാണാനായിട്ട്. ഇങ്ങനെ കണ്ടപ്പോഴേ എനിക്ക് കഴിക്കാനായിട്ട് തോന്നി. നമ്മൾ എടുത്തു വെച്ച ഏകദേശം എല്ലാം നമ്മൾ കോരി എടുത്തിട്ടുണ്ട്. മാങ്ങ, കൊച്ചുള്ളി, അതേപോലെ തന്നെ വറ്റൽ മുളക്, കറിവേപ്പില, തേങ്ങ നമ്മളെല്ലാം വറുത്ത് കോരി എടുത്തിട്ടുണ്ട്. ഇനിയാണ് നമ്മുടെ പരിപാടിയിലേക്ക് നമ്മൾ കടക്കുന്നത്. ഇതെല്ലാം നമ്മൾ ഇനി മിക്സിയിലിട്ട് ഒന്ന് അടിച്ച്, ഭയങ്കര പേസ്റ്റ് രൂപത്തിലാക്കണം എന്നല്ല, ഒരു 2-3 അടി അടിച്ചിട്ട് നമ്മൾ ഇനി എടുക്കാൻ പോവാണ്. അപ്പോൾ ഇത് 2 പ്രാവശ്യം അടിക്കേണ്ടി വരും. കാരണം ജാറ് അത്യാവശ്യം കുഞ്ഞു ജാറ് എടുത്തിരിക്കുന്നത് കൊണ്ട് 2 പ്രാവശ്യമായിട്ട് നമുക്ക് അടിച്ചെടുക്കാം. അപ്പോൾ ഇതിപ്പോൾ ആദ്യത്തെ പ്രാവശ്യം നമ്മൾ അടിച്ചെടുക്കാൻ പോവാണ്. ഇത് അടിച്ചെടുത്തതിന് ശേഷം അടുത്തതും കൂടെ നമുക്ക് അടിച്ചെടുക്കാം. അപ്പോൾ അടുത്ത രണ്ടാമത്തെ പ്രാവശ്യവും കൂടെ നമ്മൾ അത് എല്ലാം കൂടെ ഇട്ടിട്ട് അടിച്ചെടുക്കാൻ പോവുകയാണ്. ഫസ്റ്റ് ടൈം അടിച്ചെടുത്തത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ്. ഇത് അടിച്ചെടുത്ത് കഴിഞ്ഞിട്ട് കാണിക്കാം അത് എങ്ങനെയുണ്ട് മിക്സ് എന്ന്. അപ്പോൾ നമ്മുടെ മാങ്ങാ ചമ്മന്തി റെഡിയായി കഴിഞ്ഞു. ഇതാണ് നമ്മുടെ മാങ്ങാ ചമ്മന്തിൻ്റെ ഒരു ലുക്ക് എന്ന് പറയുന്നത്. ആ ജാറിൻ്റെ അടപ്പ് തുറന്നപ്പോൾ തന്നെ ഒരു നല്ലൊരു മണം ഇങ്ങനെ അടിച്ച് കയറിയായിരുന്നു. അപ്പോൾ ഇത് എല്ലാം കൂടെ നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. സോ ഇതാണ് നമ്മുടെ മാങ്ങാ ചമ്മന്തി. നമ്മുടെ ചമ്മന്തിയുടെ ഒരു കളറല്ല, നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഒരു ബ്രൗൺ കളറല്ലേ, നല്ലൊരു ബ്രൗൺ കളറ്. ഇനി വേറെ ഒന്നുമില്ല. ഇനി ഇതൊരു പാനിലോട്ട് ഒന്ന് ചൂടാക്കുക, ജസ്റ്റ് ഒന്ന് ചൂടാക്കുക, എന്നിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചാൽ മതി. ഇങ്ങനെ ചൂടാക്കാൻ ഇടുന്ന സമയത്ത് തന്നെ ഉപ്പും കൂടെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. വെച്ചാൽ നമുക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള ഉപ്പ് ഇല്ല എന്നുണ്ടെങ്കിൽ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഇട്ടിട്ട് ആഡ് ചെയ്തതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒരു 1 മിനിറ്റ് ഒന്ന് ചൂടാക്കുക, അത്രേ ഉള്ളൂ. ഭയങ്കരമായിട്ട് ചൂടാക്കണമെന്നല്ല, ഒന്ന് ചൂടാക്കി എടുക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ പ്രോഡക്റ്റ് അല്ല, ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത്. സോ ഇതാണ് നമ്മുടെ മാങ്ങാ ചമ്മന്തി. അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും, നല്ല ബ്രൗൺ കളർ അല്ലേ, എന്ന് വെച്ചാൽ ഹൽവ, നമ്മൾ ചില ബ്രൗൺ ഹൽവയൊക്കെ വാങ്ങുമ്പോഴില്ലേ, അതേപോലത്തെ ഒരു കളറിലാണ് നമുക്ക് കിട്ടുന്നത്. അപ്പം ഇടയ്ക്ക് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു. ആ മാങ്ങയുടെ ആ പുളിപ്പും തേങ്ങേൻ്റെ ആ ഒരു ടേസ്റ്റും എല്ലാം കൂടെ മിക്സപ്പ് ചെയ്തിട്ടുള്ള ഒരു ടേസ്റ്റാണ് കിട്ടുന്നത്. അപ്പം ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. എന്നുവെച്ചാൽ ചോറിനോടെ സാധാരണ നമ്മൾ പറയാറുണ്ടല്ലേ, ചോറ്, ചമ്മന്തി അല്ലെങ്കിൽ മുട്ട ഇതുണ്ടെങ്കിൽ നമുക്ക് പിന്നെ വേറെ കറിയൊന്നും വേണ്ടാന്ന്. അതുപോലെയാണ് ചോറിൻ്റെ കൂടെ ഈ ഒരു ചമ്മന്തി മതിയാകും. അതുപോലെ നമുക്ക് കുറേ നാളത്തേക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഈ ചമ്മന്തി.
നമ്മൾ ചൂട് പോയതിന് ശേഷം ഒരു കുപ്പിയിൽ ഇട്ട് അടച്ച് വെച്ചിരുന്നാൽ വെച്ചാൽ വെള്ളമൊന്നും ഇല്ലാതെ ഒന്ന് ക്ലീനായ ഒരു കുപ്പിയിലിട്ട് അടച്ച് വെച്ചിരുന്നാൽ നമുക്കത് എല്ലാ ദിവസവും നമുക്ക് കുറച്ച് യൂസ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ബൈ ബൈ.